നമ്മുടെ ജീവിതത്തിലൂടെ മിശിഹാസ്വത്വത്തിൻ്റെ പ്രചാരകരും പ്രഘോഷകരുമായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ഒരാളുടെ മഹത്വത്തെയും ഔന്നിത്യത്തെയും തിരിച്ചറിയുന്നത് അയാൾ ചെയ്ത അത്ഭുതവും അടയാളവും കണ്ടല്ല, പുളിച്ച മാവ് പോലെയുള്ള ഉപദേശങ്ങളുടെ കുത്തൊഴുക്ക് കേട്ടിട്ടുമല്ല. പ്രത്യുത അനുഭവങ്ങളുടെ മൂശയിൽ പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയ മൂർത്തരൂപം പോലെ കൂടെ നടന്നവൻ്റെ തിരിച്ചറിവാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന് മാത്രമേ ഇങ്ങനെ ഹൃദയത്തിൻ്റെ ആഴത്തെ തൊടുന്ന ദൈവദത്തമായ വാക്കുകൾ പറയാനും, ദരിദ്രരോട് പക്ഷം ചേരാനും, കരുണ കാണിക്കാനും, സ്നേഹത്തോടെ ഊട്ടുവാനും കൂടെ കരയുവാനും സാധിക്കുകയുള്ളൂ എന്നതാണ് പത്രോസിന് വെളിവായി കിട്ടിയത്. ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ യോഹന്നാൻ സ്നാപകനോ ഒക്കെ ആവാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തു. അവിടെ നിന്ന് അവൻ രക്ഷകനാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള ദൂരമാണ് നാം താണ്ടേണ്ടത്. മാത്രമല്ല, വെളിവായി കിട്ടിയ ഈ ബോധ്യം പകർന്നു നൽകാനും ജീവിച്ചു കാട്ടാനും ബാധ്യത കൂടി ഉണ്ടെന്നുള്ളതിന് തെളിവാണ് പത്രോസിന് ലഭിച്ച അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും. സോറിയാസിസ് ബാധിച്ച് എൻ്റെ ഭർത്താവും ഞാനും ഞങ്ങളുടെ 2 കുട്ടികളോടൊപ്പം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവരാണ്. ജീവൻ നിലനിർത്താൻ പണമില്ല. തലയ്ക്ക് മുകളിലുള്ള കൂര എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം. എന്നാൽ തോമസ് സാർ ഞങ്ങളുടെ ദീനാവസ്ഥ കണ്ട് പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർത്തി. കോട്ടയത്തിനടുത്തുള്ള നവജീവൻ എന്ന ആശ്രയ കേന്ദ്രത്തിൻ്റെ ജീവനാഡിയായ PU തോമസ് സാറിനെ കുറിച്ച് മായ എന്ന സ്ത്രീയുടെ സാക്ഷ്യമാണിത്. മായയുടെ ഭർത്താവിന് ചികിത്സ സൗകര്യം ലഭ്യമായി, അവർക്ക് ഒരു ഭവനം ലഭ്യമായി. മായയ്ക്ക് നവജീവൻ എന്ന കരുണാലയത്തിൽ ജോലിയും ലഭ്യമായി. തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ വിവിധ ആശുപത്രികളിൽ 50-ൽ പരം വർഷങ്ങളായി തുടർന്നു വരുന്ന ഭക്ഷണ വിതരണം ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല. നിലവിളികളും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുന്നിടത്താണ് മിശിഹ ഉദയം ചെയ്യുന്നത്. നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. നിലവിളിയും അരക്ഷിതാവസ്ഥയും ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. മിശിഹാസ്വത്വം സ്വീകരിക്കുവാനും പകർന്നു നൽകാനും വിനയപൂർവം നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.